അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു. അതായത് ക്രിസ്മസ് ഏകദേശം ഒരു 10 ദിവസം മുമ്പെങ്കിലും പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ അത് ഇന്നത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഇവർക്ക് ആർക്കും അറിയത്തില്ല. മോക്കറിയാമോ? നമ്മൾ അറിയത്തില്ല. മോള് കണ്ടിട്ടില്ല അല്ലേ പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കുന്നത്? അല്ലേ, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ പുൽക്കൂട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെയും ഞാൻ പുൽക്കൂട് എല്ലാ വർഷവും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളത് ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവർ രണ്ടുപേർക്കും അതിനെപ്പറ്റി അറിയത്തില്ല അല്ലേ? സുന്ദരി കുട്ടികൾക്ക് രണ്ടുപേർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഇവരെ നമ്മളതൊന്ന് കാണിച്ചു കൊടുക്കുക, എങ്ങനെയാണെന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുന്നത്, പണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്, നമ്മൾ ആ പുല്ലൊക്കെ എങ്ങനെയാണ് നമ്മൾ ശേഖരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഒരു വീഡിയോ പോലെ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? പോവാം. അപ്പോൾ നമ്മൾ പോച്ചയൊക്കെ ചെത്തി വെയിലത്തുകൊണ്ട് ഉണക്കാനിട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ കമ്പൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പൊന്ന് കാണിച്ച് നമ്മളെ കമ്പ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള കമ്പെല്ലാം വെട്ടി കൊണ്ടുവന്നു. നല്ല വെയിലുണ്ട്, കുഴഞ്ഞ് വെയിൽ കൊണ്ടിട്ട് നല്ല ചൂട് കാരണം കുഴഞ്ഞൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കി ഇപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വർക്കെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ വെക്കണം? കിളിക്കുഞ്ഞ് പുല്ല് വെക്കണം. ഇപ്പോൾ നമ്മൾ പുല്ല് ചെത്തി വെയിലത്തേക്ക് ഇട്ട് അത്യാവശ്യം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പതുക്കെ ഓരോ സൈഡിൽ നിന്ന് വെക്കാം അല്ലേ? നമുക്ക് ഓരോ സൈഡിൽ നിന്ന് പതുക്കെ വെക്കാം. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വെക്കണം. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി നമുക്ക് പുല്ല് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മോളെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡിയായിട്ടുണ്ട്. നമ്മൾ പുല്ലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 1 രൂപ പോലും ചിലവില്ലാത്ത നമ്മുടെ പുൽക്കൂട് നമ്മൾ പണിഞ്ഞ് കഴിഞ്ഞ് അതിന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റുകളെല്ലാം പഴയ ലൈറ്റുകളാണ് കേട്ടോ. എല്ലാം നമ്മുടെ 6-7 വർഷം കൊണ്ട് നമ്മൾ ട്രീ ആയിട്ട് ഒരുക്കുന്ന ലൈറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം നമ്മളൊന്നും കാശ് കൊടുത്ത്, ഇപ്രാവശ്യം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചത് ഈ കുഞ്ഞ് ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞ് ലൈറ്റ് നമ്മൾ 100 രൂപയുടെ ലൈറ്റ് കേട്ടോ. നമ്മൾ ഏറ്റവും ഈ പുൽക്കൂടിനകത്തേക്ക് 100 രൂപ ചിലവായി. പിന്നെ നമുക്ക് ചിലവായത് എന്താണ്? നമുക്ക് പുൽക്കൂടിനകത്ത് വെക്കാനുള്ള ഉണ്ണിയേശുവിൻ്റെ കൂടെയുള്ള ബാക്കി ആൾക്കാരെല്ലാം കൂടെ മേടിച്ചതിന് ഒരു 150 രൂപയായി. അപ്പോൾ നമുക്കൊരു 250 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും സെറ്റപ്പ് എല്ലാം ഈ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ചിലവില്ലാതെ എങ്ങനെയാണ് പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നത്, പണ്ട് എങ്ങനെയാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ മോളെ? മനസ്സിലായില്ലേ? ഇപ്പോൾ അച്ഛനൊക്കെ എങ്ങനെയാണ് പണ്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കാം, ഉണ്ണിയേശുവിനെയൊക്കെ വെക്കാം. അപ്പോൾ ഉണ്ണിയേശുവിനെ ആരാ വെക്കുന്നത്? കിളി വെച്ചു ഉണ്ണിയേശുവിനെ. ഉണ്ണിയേശുവിനെ അതിനകത്ത് വെച്ചു. ഇത് നമ്മൾ ഉണ്ണിയേശു കണ്ടോ? ഉണ്ണിയേശുവിനെ വെക്കാൻ പോവാണ്. ഉണ്ണിയേശുവിനെ അവിടെ നടുക്ക് വെച്ചു. ഉണ്ണിയേശുവിനെ നടുക്ക് വെച്ചു.